ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് പുറത്തേക്കൊന്ന് പോവാണ് കേട്ടോ. അതിൻ്റെ ചെറിയൊരു വ്ളോഗാണ്. മഴ കാരണം എങ്ങോട്ടും പോകാൻ തോന്നാറില്ല. പിന്നെ എനിക്ക് പനിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പനിയൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ചെറിയ ജലദോഷം ചുമയൊക്കെ ഉണ്ട്. അതൊക്കെ മാറാനായിട്ട് ടൈം എടുക്കും. പക്ഷെ അതുവരെ വീട്ടിലിങ്ങനെ ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ വെറുതെ പോകുന്നതല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പുറം ലോകമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. കുറച്ചായി പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ജോലിക്ക് നോക്കുന്നുണ്ട്, നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല. അതിനൊരു ടൈം ആകുമ്പോൾ എല്ലാം ശരിയാവുമായിരിക്കും. എന്തായാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കൊരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. 1 കിലോമീറ്റർ ഇവിടുന്ന് നടന്ന് വേണം ബസ് സ്റ്റോപ്പിലേക്ക് എത്താനായിട്ട്. ഇഷ്ടംപോലെ സമയമുണ്ട്. 12:30ക്കാണ് ബസ്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ മിക്കവാറും എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യും. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ മറന്നു പോകും കേട്ടോ. അങ്ങനെയാണ് എപ്പോഴും സംഭവിക്കാറ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഓർത്തോർത്ത് പോവുകയാണ്, എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം, എന്തൊക്കെയാണ് എൻ്റെ പ്ലാൻ, അതൊക്കെ ആലോചിച്ചാണ് ഞാൻ നടക്കുന്നത്. എന്നോട് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇതിലിങ്ങനെ നടന്നു പോകുമ്പോൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പേടിയില്ലേ, ആളും അനക്കമൊന്നുമില്ല, അങ്ങനെ വീടുകളൊന്നുമില്ല, അപ്പോൾ പേടിയാവില്ലേ എന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിലേ മുതലേ നടക്കുന്ന വഴികളാണ്. ഒറ്റയ്ക്ക് നമ്മൾ പോയിട്ടുണ്ട്, കൂട്ടുകാരൊത്തും ഒക്കെ പോയിട്ടുണ്ട്. സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും ഒക്കെ ഇതിൽ തന്നെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് പേടി ഉണ്ട്, ചെറുതായിട്ടുണ്ട്. എന്നാലും അങ്ങനെ ഇല്ല കേട്ടോ, വലിയ കുഴപ്പമില്ല. റോഡിൻ്റെ അവസ്ഥയൊക്കെ കുറച്ച് മോശമാണ്, പക്ഷെ പ്രകൃതി അടിപൊളിയാണ്. ഇപ്പോൾ മഴക്കാലമായ കാരണം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. പാമ്പിനെ ഞാൻ മിക്കവാറും കാണാറുണ്ട് കേട്ടോ, പക്ഷേ ഇത്തവണ കണ്ടില്ല. അതിനിടയ്ക്കൊരു വല്യപ്പൻ കാറും കൊണ്ട് വന്നിട്ട് അതായത് ചെളിയും വെള്ളമൊക്കെ തെറിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളായ കാരണം ഒന്നും മിണ്ടിയില്ല. ഞാനങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല കേട്ടോ. അത് ശരിയല്ലെന്ന് എനിക്കറിയാം, പക്ഷേ എന്തോ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒന്ന് റിയാക്ട് ചെയ്യാമായിരുന്നെന്ന്. പോട്ടെ. അപ്പോഴേക്കും നമ്മുടെ ബസ് വന്നു. ബസ്സിലൊന്നും തിരക്കില്ല. നമ്മൾ അവിടെ എത്തി. തലവലപ്പറമ്പിലാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഇവിടെ അല്ല എപ്പോഴും, ഇപ്പം ഞാൻ എപ്പോഴും ഇവിടെയാണ് വരാറ്. കാരണം ഇപ്പോൾ റീസെൻ്റായിട്ട് ഇവിടെയാണ് പഠിച്ചിറങ്ങിയത്. ഞാനിപ്പോൾ വേറൊരു സ്ഥലത്താണ് പഠിച്ചിറങ്ങിയെങ്കിൽ ഞാൻ എപ്പോഴും അങ്ങോട്ട് പോകും. അങ്ങനെയാണ് എൻ്റെ ഒരു ക്യാരക്ടർ. പിറവത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ എപ്പോഴും എന്താവശ്യത്തിനും അങ്ങോട്ട് പോകുമായിരുന്നു. ഇവിടെ ആയിരുന്നപ്പോൾ ഇങ്ങോട്ട് വരും. അതാണ് എൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ ഞാൻ ആദ്യം പോയത് അക്ഷയയിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്ക്, പോസ്റ്റ്. അവിടെ നിന്ന് കുറേ സമയം എടുത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നേരെ പോയി ബേക്കറി കയറി ഒരു ചോക്ലേറ്റ് ഷേക്ക് ഓർഡർ ചെയ്തു. ഇവിടുത്തെ ചോക്ലേറ്റ് ഷേക്കും ഷാർജ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പനിയാണെങ്കിലും എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കുടിക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ അങ്ങ് ബാക്കിലായിട്ട് കണ്ടോ ഒരു റെഡ് വെട്ടം, അവിടെയാണ് ശിവാസ് ടെക്സ്റ്റൈൽസ്. ഇതിപ്പോൾ ഞാൻ എന്താ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണിട്ട് ഒരു ചേച്ചി മരിച്ചില്ലായിരുന്നോ, ബിന്ദു. ആ ചേച്ചി ആ കടയിലാണ് കേട്ടോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്കത് ഓർമ്മ വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളിന്ന് കാണിച്ചതാണ്. ഞാൻ ആ ചേച്ചീനെ കണ്ടിട്ടില്ല, പക്ഷേ എന്തോ എനിക്കിവിടെ വരുമ്പോൾ ഓർമ്മ വരും. പിന്നെ ഞാൻ നേരെ ചന്തയ്ക്കകത്തേക്ക് പോയി. അവിടെ ഈ പച്ചമരുന്നൊക്കെ കിട്ടുന്ന കടയിൽ അവിടെ ചെന്നപ്പോൾ നിറയെ കറ്റാർവാഴ ഇങ്ങനെ വെച്ചേക്കുന്നു കേട്ടോ. ഞാൻ പോയത് അത് വാങ്ങാനല്ല, ശിക്കാക്കായ് പൗഡർ വാങ്ങാനാണ്. അതൊക്കെ വാങ്ങി. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടത് ഫെഡറൽ നിലയമാണ് കേട്ടോ, ഫെഡറൽ ബാങ്ക്. ഇത് പണ്ട് വൈക്കം മുഹമ്മദ് ബഷീറും വൈഫും കൂടെ തലവലപ്പറമ്പിൽ വരുമ്പോഴേക്കും അവർ താമസിച്ചുകൊണ്ടിരുന്നത് ആ വീട്ടിലാണ് കേട്ടോ. അതിപ്പോൾ അവർ ബാങ്ക് ആക്കിയതാണ്. പക്ഷെ അതിനുള്ളിൽ പണ്ടത്തെ ആ വീട് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തിയത്, വീട്ടിലെത്തിയത് ഒരു 5:30 ആയിട്ടോ. എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് തെറ്റി. ഒരുപാട് ലേറ്റായി ഞാൻ വന്നപ്പോൾ. ഈ ശിക്കാക്കായ് പൗഡറൊക്കെ തലയിൽ തേച്ച് ഒന്ന് നല്ല കുളിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ നന്നായിട്ട് പോയി ഒന്ന് ഫുഡ് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.